നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാ, വല്ലതും കഴിക്കാം നമുക്ക്. കണ്ടോ, എന്റെ മോന് മാത്രമേ ഉള്ളൂ എന്നോടൊരു കരുതൽ. നിന്റെ ഏത് മോൻ? അല്ല, നീ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുന്നത് ഞാനും രുക്മിണി അറിയാതെ നിനക്കേതാ ഒരു മോൻ? ഈ കുട്ടി തന്നെ അച്ഛാന്നും നീ അവനെ മോനെന്നും വിളിക്കുന്ന കേട്ടല്ലോ. നീ എന്താ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു ഇത്രയും കാലം? ആരതി, നിങ്ങൾ അകത്തിയെന്ന് എനിക്കെന്താ കഴിക്കാനുള്ളത് നോക്ക്. അച്ചൂട്ടനെ കൂടെ കൂട്ടിക്കാം. എന്റെ പൊന്നച്ഛ, അച്ഛനെ അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരെയും കബളിപ്പിക്കാൻ പറ്റുന്നുള്ള മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. ഒരു തരത്തിൽ ഞാൻ പറ്റിക്കുന്നത് എന്നെ തന്നെയാ, കൂട്ടത്തിൽ ആ പാവം കുഞ്ഞിനെയും. എന്താടാ നീ തത്വം പറയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ അത് പറയും. ഞാൻ പറയാം. അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞ ഈ അച്ചൂട്ടൻ. കുഞ്ഞിലെ തന്നെ അമ്മയും അച്ഛനും മരിച്ചുപോയി. ഒരു ദിവസം സ്കൂളിലെ ഫാദേഴ്സ് ഡേക്ക് എല്ലാ കുട്ടികളും അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോ ഇവന് മാത്രം കൂട്ടിയെല്ലാൻ അച്ഛനില്ലായിരുന്നു. ആ വിഷമം നേരിട്ട് മനസ്സിലാക്കിയപ്പോ വലിയേട്ടൻ ആ വേഷം കെട്ടി അവന്റെ കൂടെ സ്കൂളിൽ പോയത്. അന്നു മുതല് അവൻ വലിയേട്ടനെ അച്ഛാന്ന് വിളിച്ചു. മാത്രമല്ല, മറ്റു കൂട്ടുകാരോടും അവൻ വലിയേട്ടനെ പരിചയപ്പെടുത്തിയത് സ്വന്തം അച്ഛനാണെന്നാ. പിന്നീട് തിരിച്ചു പോരുമ്പോ അവനെ വെളിതിരുത്താൻ തീരെ മനസ്സിലായിരുന്നു. ഒരച്ഛനു വേണ്ടി, അച്ഛന്റെ വാത്സല്യത്തിനും കരുതലിനും വേണ്ടി അവന്റെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതല് ഞാൻ അവന്റെ അച്ഛനും അവൻ എന്റെ മോനുമായത്. ഞാൻ അവന്റെ അച്ഛനല്ലെന്ന് ആര് പറഞ്ഞാലും അവന് വിഷമാവും. അവന് മാത്രമല്ല, എനിക്കും. ചന്ദ്രേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അന്യനായ ഒരു കുഞ്ഞ് സ്വന്തം മകനെ അച്ഛാ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ ആർക്കായാലും അല്പം പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനാണ് ചന്ദ്രേട്ട. പ്രസാദിനെ അവൻ അച്ഛാ എന്ന് വിളിക്കുന്നത് പോലെ പ്രസവിക്കാത്ത അഞ്ജലിയെ അവൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അവർ രണ്ടുപേരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. ഈ അച്ഛാന്ന് വിളിയിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നാളെ അഞ്ജലിയെ പ്രസാദ് കല്യാണം കഴിച്ച അച്ചൂട്ടന് ആ വിളിയെന്നെ തുടരാലോ. അതെ, അത് തന്നെ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും ചന്ദ്രേട്ട. ഭഗവാന്റെ നിശ്ചയം ആർക്കാ മറികടക്കാൻ കഴിയാ? അതും അങ്ങനെയാണെന്ന് കരുതിയാ മതി. അതെ അതെ, ഈശ്വരോ രക്ഷതു. പ്രസാദേ, വാ, ഭക്ഷണം കഴിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.